ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലോ? പൈനാപ്പിൾ പുളിശ്ശേരി. എന്ത് ടേസ്റ്റാണെന്നറിയോ? അപ്പോൾ കുറച്ച് പൈനാപ്പിൾ, അതായത് ഒരു പൈനാപ്പിളൊന്നും വേണ്ട, അതിൻ്റെ പകുതി മതിയാവും. ആ പൈനാപ്പിൾ നല്ല ചതുരത്തിലിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഒരു കുക്കറിലേക്ക് അത് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുക. അതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു 2 വിസിൽ വരെ. വാടിയ ചെറിയുള്ളി ചെടിച്ചട്ടിയിൽ ഇട്ടപ്പോൾ കിട്ടിയ ബാൽക്കണി ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെയാണത്. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാം. കുറച്ച് തേങ്ങ മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 2 ചെറിയുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് ജീരകം, 1 സ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ 2 വിസിൽ വെച്ചിരിക്കുന്ന പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കുന്നു. അരച്ച മിക്സി ജാറ് കഴുകിയ വെള്ളവും കൂടെ ചേർക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ജസ്റ്റ് ഒന്ന് തിള വരട്ടെ. പിന്നെ നമ്മൾ താളിക്കാൻ പോകുന്നത്, താളിച്ചിട്ട് നമുക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കണം. അപ്പം കുറച്ച് എണ്ണ ഒഴിക്കുന്നു, കുറച്ച് ഉലുവ, കടുക് എന്നിവ ചേർത്ത് അതിനോടൊപ്പം വറമുളക് കുറച്ച് ആഡ് ചെയ്ത്, ഒപ്പം കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് എന്നിവ എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇളക്കിയെടുക്കാം. അതിനോടൊപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കാം. പുളിശ്ശേരിക്ക് നമുക്ക് കേടൊഴിക്കണമെങ്കിൽ നമ്മുടെ കറി തണുത്തതിന് ശേഷമേ ഒഴിക്കാൻ പാടുള്ളൂ. അരച്ച തേങ്ങ ഒഴിച്ച ശേഷം ചെറിയൊരു തിള വന്ന് ഓഫ് ചെയ്ത് വെച്ച് തണുത്ത ശേഷം അതിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന കടുക് താളിപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ തൈര്, അതായത് നന്നായി തണുത്തതിന് ശേഷം തൈര് അതിൽ മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിനോടൊപ്പമാണ് നല്ല മാച്ച്. ഒപ്പം വേണമെങ്കിൽ ദോശയോടൊപ്പമോ അപ്പത്തോടൊപ്പമോ ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക്